സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഭാഗത്ത് ടിഫർ 2024 വന്നൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: എ സ്ട്രിങ് ഹാസ് 8 ബീറ്റ്സ് ഇൻ എ റോ വിത്ത് n ഐഡൻറ്റിക്കൽ റെഡ് ബീറ്റ്സ് ആൻഡ് 8 - n ഐഡൻറ്റിക്കൽ blue beats. When one of the red beats is replaced by a blue one, the entropy of the given system changes from S to S plus K B ln to all configuration of the beats are equally probable. What is the value of n? So നമുക്കറിയാം basic formula between entropy and microstates is എന്താണ് ഫോർമുല? ആ ഫോർമുല അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർമുല ഇതാണ്: SC = entropy = KB ln omega. Here SC is entropy and omega is number of microstates. ഇതറിയാമല്ലോ, ബേസിക് ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സ്ട്രിങ് ഹാസ് 8 ബീറ്റ്സ് ഇൻ എ റോ. അപ്പോൾ ഒരു റോയിൽ 8 ബീറ്റ്സ് ഉണ്ട്. അതിനകത്ത് n ഐഡൻറ്റിക്കൽ റെഡ് ബീറ്റ്സ് ആണ്. ഓക്കെ, n എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ റെഡ് ബീറ്റ്സ് ആണ്. ആൻഡ് 8 - n ഐഡൻറ്റിക്കൽ ബ്ലൂ ബീറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു ഫോർമുല അറിയാം. ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ആണ്. n ഫാക്ടോറിയൽ അല്ല, n ആണ്. n ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ എക്സെട്ര. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ ഇപ്പോൾ omega 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്രോപ്പി എസ് ആണ്. അപ്പം അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ടോട്ടൽ എത്രയാണ് തന്നിട്ടുണ്ട്? n എത്രയാണ്? 8 തന്നിട്ടുണ്ട്. 8-ൽ n1 എന്ന് പറയുന്നത് എത്ര ഐഡൻറ്റിക്കൽ റെഡ് ബീറ്റ്സ് ആണ്? സ്മോൾ n. n2 എന്ന് പറയുന്നത് 8 - n. അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ omega 1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി എന്ന് വെച്ചാൽ S ആണ്. അതിപ്പം നമുക്ക് എങ്ങനെ എഴുതാം? S = KB ln of omega എന്ന് പറയുമ്പോൾ omega 1 ആണ്. സോ 8/n ഫാക്ടോറിയൽ ഇൻറ്റു 8 - n ഫാക്ടോറിയൽ. കണ്ടോ, ആദ്യത്തെ എൻട്രോപ്പി ഇതാണ്. ഇനി നെക്സ്റ്റിലത്തെ omega 2 എങ്ങനെ എഴുതും? നമുക്കറിയാം ഒരെണ്ണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ദ റെഡ് ബീറ്റ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബ്ലൂ വൺ. അപ്പോൾ ജസ്റ്റ് റീപ്ലേസിംഗ് എന്നേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, 8 തന്നെ ആയിരിക്കും. പക്ഷേ അപ്പം റെഡ് ഒരെണ്ണം കുറഞ്ഞ് അല്ലേ, ഒന്ന് കുറഞ്ഞു, ബ്ലൂ ഒന്ന് കൂടി. കാരണം റെഡ് ബീറ്റ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബ്ലൂ വൺ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരെണ്ണം കുറേ ഒരെണ്ണം കൂടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള S നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് S+, ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. S+ KB ln 2 = അപ്പോൾ എങ്ങനെ എഴുതും? KB ln omega ഇവിടെ എന്താണ്? 8/n - 1 ഫാക്ടോറിയൽ ഇൻറ്റു 8 - n + 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇത് ഒന്നുകൂടെ എഴുതാം. ഒന്നുകൂടെ എഴുതുമ്പോൾ നല്ലോണം നമുക്ക് കിട്ടുന്നത് S+ KB ln 2 = KB ln 8/n - 1 ഫാക്ടോറിയൽ ഇൻറ്റു n - n + 1 ഫാക്ടോറിയൽ. കണ്ടോ, ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്കറിയാം വേണ്ട ഈ വാല്യൂ ഇക്വേഷൻ 1-ലെ എസിൻ്റെ വാല്യൂ ഇക്വേഷൻ 2-ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്താ കിട്ടും? KB ln 8/n ഫാക്ടോറിയൽ ഇൻറ്റു 8 - n ഫാക്ടോറിയൽ plus KB ln 2 is equal to KB ln
8/n-1 ഫാക്ടോറിയൽ ഇൻറ്റു 8-n+1 ഫാക്ടോറിയൽ. ഈ കെ ബി എല്ലായിടത്തും നമ്മൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ലോഗ് 16/n ഫാക്ടോറിയൽ ഇൻറ്റു 8-n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് 8/n-1 ഫാക്ടോറിയൽ ഇൻറ്റു 8-n+1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ലോഗ് പോവും. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 16/n ഫാക്ടോറിയൽ ഇൻറ്റു 8-n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 8/n-1 ഫാക്ടോറിയൽ ഇൻറ്റു 8-n+1 ഫാക്ടോറിയൽ. 8ഉം 16ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 വരും. സോ 2/n ഫാക്ടോറിയൽ ഇൻറ്റു 8-n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1/n-1 ഫാക്ടോറിയൽ ഇൻറ്റു 8-n+1 ഫാക്ടോറിയൽ. ഇനി ഇവിടെ നോക്കുമ്പം നമുക്ക് ഈ n ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു. ദാറ്റ് ഇംപ്ലൈസ് n ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ നമുക്ക് n-1 ഫാക്ടോറിയൽ ഇൻറ്റു n എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. എന്നിട്ട് 8-n ഫാക്ടോറിയൽ അത് കൂട്ട് നിർത്തിക്കോ ഈക്വൽ ടു 1/ ഇതിനെ n- ഫാക്ടോറിയൽ ഇൻറ്റു ഇതിനെ നമുക്ക് 8-n ഫാക്ടോറിയൽ ഇൻറ്റു 8-n+1 എന്ന് എഴുതാം. അപ്പോൾ ഈ n-1 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോയി, 8-n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? പിന്നെ നമുക്ക് കിട്ടുന്നത് ഞാൻ ഈ ഇവിടോട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/n ഇസ് ഈക്വൽ ടു 1/8-n+1 എന്ന് കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 - 2n + 2 = n എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 18 = 3 എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 6. കണ്ടോ? എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 6. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ടോ? നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പ പ്രോബ്ലം, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ പ്രോബ്ലമാണ്. ഓക്കെ, താങ്ക് യു.